നിസ്സാൻ മൈക്ര ഓട്ടോമാറ്റിക് CVT-യുടെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുക. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഓയിൽ ക്യാപ്പ് വരുന്നത്. ബാറ്ററി അടിയിലായിട്ട് വരും. ചെറിയൊരു ലോക്ക് സിസ്റ്റമാണ്. മൈനസ് ഇട്ട് നമുക്ക് അത് പൊക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഊരിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇത് കണ്ട് നമ്മളൊരു കോഴ്സ്റ്റിക്ക് പൊട്ടിയതായിരിക്കുന്നത്. പൊട്ടിപ്പോയതല്ല, അത് ക്യാപ്പാണ്, അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് ട്രെയിനായിട്ട് അഴിക്കുക. നമ്മുടെ ഓയിൽ ഒഴിക്കാൻ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. ഓയിൽ ലെവൽ നോക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നെറ്റിലൊക്കെ നോക്കിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. നമുക്കും ഇത്ര ഇത് അറിയത്തില്ലായിരുന്നു. നെറ്റിലൊക്കെ നോക്കി നമ്മളത് മനസ്സിലാക്കിയെടുത്ത് ഗിയർ ഓയിൽ നമ്മൾ അഴിച്ചു വിടുക. ഗിയർ ഓയിൽ അഴിച്ചു വിടുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും ഗിയർ ഓയിൽ വരുമായിരിക്കുന്നത്. ഗിയർ ഓയിൽ വരത്തില്ല. അതാണ് ഇത് സെറ്റപ്പ്. അതിൻ്റെ അകത്തൊരു ട്യൂബ് പോലൊരു LNKയുടെ ബോൾട്ട് സെറ്റ് ചെയ്ത ട്യൂബ് പോലെ അപ്പുറം ഹോളാണ്. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ട്യൂബ് പോലെ. അതല്ലെങ്കിൽ ഒരു ബോൾട്ട് സിസ്റ്റം. അതിൻ്റെ അകത്ത് ഓയിൽ നിറയുമ്പോൾ ആ ഹോളിൽ കൂടെ വെളിച്ചാടും. അതാണ് ഗിയർ ഓയിൽ ലെവലാക്കുന്നത്. അത് നമ്മൾ അഴിക്കുമ്പോൾ ഗിയർ ഓയിൽ വരും. കണ്ടോ, ടൈറ്റായിരുന്നു, അത് അഴിക്കുക. ഇപ്പോൾ ഗിയർ ഓയിൽ വരും. നല്ലപോലെ കറുത്ത ടോയിലുണ്ട്. മാറിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഇത് 70-80 കിലോമീറ്റർ ഓടി ഓടിയതാണ്. കണ്ടോ, നമ്മളിവിടെ ആരും ഗിയർ ഓയിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കിന് ആരും മാറുന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക് ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ ഈ ഗിയർ മാറ്റി നോക്കുവാണ്. കണ്ടോ, ട്യൂബ് പോലെ. ഇതിൻ്റെ മേളിൽ കൂടെ ഓയിൽ വെളിച്ചാടും. അതാണ് അതിൻ്റെ അളവ്. മൊത്തം ഊരിട്ടുണ്ടെങ്കിൽ ആ നട്ട് നമ്മൾ LNK നട്ട് മാത്രമേ മുറുക്കിയിട്ടുള്ളൂ. മറ്റേ ട്രെയിൻ നട്ടാണ് മുറുക്കിയിട്ടില്ല. അടിയിലത്തെ 19 നട്ട് മുറുക്കിയിട്ടില്ല. LNK നട്ട് മുറുക്കിക്കൊണ്ട് ഗിയർ ഓയിൽ നമ്മൾ ഒഴിച്ചു. ഗിയർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡ്രൈവ് ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക. വണ്ടി ജാക്കി പുറത്ത് പൊക്കി വെച്ചുകൊണ്ട് ലിഫ്റ്ററായിക്കൊണ്ട് നമുക്ക് ഒഴിച്ച് സ്റ്റാർട്ടിങ് നമുക്ക് ഓയിൽ വെളിയിൽ പോകുമായിരിക്കും. ഓയിൽ വെളിയിൽ പോകത്തില്ല. പിന്നെ കുറേ ടൈം എടുത്തിട്ട് ഓയിൽ വെളിച്ചാടും. വെളിച്ചാടിയിട്ട് ആ ഒരു ഒഴുക്ക് നിൽക്കുമ്പോൾ നെട്ട് നമ്മൾ പിടിപ്പിക്കും. ഒഴുക്ക് നിൽക്കുമ്പോൾ നെട്ട് ചെറിയ ഒഴിയാനും ശാക്കലിൻ്റെ ഇരിക്കും. ഫുള്ള് ഫ്ലോ നിൽക്കുമ്പോൾ നമ്മൾ നട്ട് പിടിപ്പിക്കുക. നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് അത്രേ ഉള്ളൂ അതിൻ്റെ ഓയിലിൻ്റെ. ഇതാണെങ്കിൽ ഒരു 4 ലിറ്റർ ഓയിൽ വാങ്ങിച്ച ഒരു 3 ലിറ്റർ കൊണ്ട് ഓയിൽ